നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ വിവിധ തരത്തിലുള്ള പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വൈറൽ പനികൾ, ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ, ഷിഗല്ല, മഞ്ഞപ്പിത്തം, വിവിധ ജലജന്യ വയറിളക്ക രോഗങ്ങൾ, നിപ്പ പോലുള്ള ഗുരുതര രോഗങ്ങൾ എന്നിവയെല്ലാം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം, രോഗബാധ ഒഴിവാക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം, രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതെങ്ങനെ, ചികിത്സയും പ്രതിരോധവും സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത്. അതിനായി നമുക്കൊപ്പം ചേരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണകുമാർ എസ് ആണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, ആദ്യമായി പകർച്ചപ്പനികളും മറ്റു പകർച്ചവ്യാധികളും വ്യാപിക്കുകയാണ്. മഴക്കാലം കൂടിയായ ഈ ഒരു സാഹചര്യത്തിൽ പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം? ആദ്യമായിട്ട് പറയട്ടെ, മഴക്കാലവും പകർച്ചവ്യാധികളുടെയോ ഒരു വിസ്ഫോടനം എങ്ങനെ ഉണ്ടാവുന്നു നമുക്ക് ആദ്യം തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് 3 തരത്തിലാണ് പകർച്ചവ്യാധികൾ ഈ സമയത്ത് നമുക്ക് പിടിപെടാറ്. ഒന്ന് വെള്ളത്തിലൂടെ ജലജന്യ രോഗങ്ങൾ, പിന്നൊന്ന് വായുവിലെയും കണികകളിലൂടെയും വരുന്ന എയർബോൺ ഡിസീസസ്, മറ്റൊന്ന് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വഴി വരുന്ന, പിന്നൊന്ന് കൊതുകുജന്യ രോഗങ്ങൾ. ഇങ്ങനെ 4 തരമായിട്ട് തരംതിരിക്കാം. അതിനകത്ത് നമുക്ക് മഴക്കാലത്ത് വെള്ളമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി വരുന്നത് സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം, അതിനകത്ത് തന്നെ ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, പിന്നെ വയറിളക്ക രോഗങ്ങൾ, അത് ഈ പറഞ്ഞ പോലെ ഷിഗല്ല, പിന്നെ കൊതുകുജന്യ രോഗങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഡെങ്കി, മലേറിയ, ചിക്കൻ ഗുനിയ എല്ലാം കൊതുകുജന്യ രോഗങ്ങളിൽ വരും. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ എയർബോൺ അല്ലെങ്കിൽ കണികകൾ വഴി വരുന്നതാണ് നമ്മുടെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ വൈറൽ പനികളെല്ലാം കണികകൾ വഴി വരുന്നതാണ്. ഇതിനെ പ്രതിരോധിക്കുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഏത് സോഴ്സിൽ നിന്നാണോ ഇത് വരുന്നത് ആ രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. ഇപ്പം കൊതുകുജന്യ രോഗങ്ങളാണെങ്കിൽ കൊതുകിന് ഉറവിട നശീകരണം, കൊതുകിനെ കൺട്രോൾ ചെയ്യൽ, മോസ്കിറ്റോ റിപ്പല്ലന്റ് ക്രീമുകൾ, അങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുക. പിന്നെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ പകർച്ചപ്പനി, അത് എങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക, അല്ലെങ്കിൽ ചുമ മര്യാദകൾ പാലിക്കുക, അതിനെതിരെയുള്ള വാക്സിൻ, ഇൻഫ്ലുവൻസയ്ക്ക് എതിരെയുള്ള വാക്സിനുകൾ എടുക്കാം. ഈ ഇതൊക്കെയാണ് പ്രധാനമായ രീതികൾ പകർച്ചവ്യാധിയെ തടയാനുള്ളത്. നിലവിൽ ഈ പകർച്ചവ്യാധികൾ മൂലം മരണങ്ങളും മറ്റും സംഭവിക്കുന്നത് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ജാഗ്രത നമ്മൾ പുലർത്തണം? ഇപ്പൊ ഈ അടുത്ത് നമ്മൾ എല്ലാത്തരം പകർച്ചവ്യാധികളുടെയും എണ്ണത്തിൽ ഒരു ക്രമാതീതമായ കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അനുസരിച്ചുള്ള ആനുപാതികമായി മരണനിരക്കും നമ്മൾ പല കേസുകളിലും കാണുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ മുതൽ കണ്ടുവരുന്നത് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസ് എന്ന രോഗം, പിന്നെ കണ്ടുവരുന്നത് മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ. ഇതാണ് നമുക്ക് മേജറായിട്ട് നമ്മുടെ മരണനിരക്ക് കൂട്ടുന്ന 2 പ്രധാന അസുഖങ്ങൾ. അതിലൊന്ന് വെള്ളമായിട്ട് ഡയറക്റ്റ് തൊലിപ്പുറമായിട്ട് സമ്പർക്കം വരുന്നതും, പിന്നെ ഒന്ന് സുരക്ഷിതമല്ലാത്ത വെള്ളം അല്ലെങ്കിൽ മലിനജലം, അല്ലെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യമുള്ള വെള്ളം ഉള്ളിൽ ചെന്ന് ഉണ്ടാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് എ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ടുണ്ടാവുന്ന എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ആനുപാതികമായിട്ട് മരണനിരക്കും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. ഷിഗല്ലയിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. നമ്മൾ കഴിഞ്ഞ മാസത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ മാസം ഏതാണ്ട് ഒരു 13 കേസസ് ഉണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് 115 കേസസ് ഉണ്ടായി. അതിനകത്ത് തന്നെ ആനുപാതികമായി നമുക്ക് മരണനിരക്ക് കൂടുതലുണ്ട്. നമ്മൾ എന്ന് കരുതി ഒരു അനാവശ്യമായ ഭയം ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. പ്രതിരോധ മാർഗങ്ങൾ വെച്ച് നമുക്ക് ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയാൽ മതിയാവും. വ്യക്തമാണ് ഡോക്ടർ. ഒരേ സമയത്ത് പനി, ചുമ, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങളുള്ള നിരവധി രോഗങ്ങൾ നിലവിലുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്ര ദിവസം കാത്തിരിക്കാം? എപ്പോഴാണ് ഡോക്ടറെ നമ്മൾ കാണേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പല അസുഖങ്ങളും തുടക്കത്തിലെ കണ്ടുപിടിക്കുക, അതിന്റെ ഡയഗ്നോസ് കൃത്യമായി നടത്തുക, തുടക്കത്തിൽ ചെയ്യേണ്ട മരുന്നുകൾ അല്ലെങ്കിൽ വിശ്രമം, ഇതാണ് നമുക്ക് ഈ മരണനിരക്ക് കുറയ്ക്കാനും കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏത് ലക്ഷണം കണ്ടാലും ഉടൻ തന്നെ ഡോക്ടറെ സമീപിച്ച് ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ, അൺകോംപ്ലിക്കേറ്റഡ് ആണോ, അല്ലെങ്കിൽ ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചുമ, ശരീരം വേദന, കൈകാൽ പേശികൾക്ക് വേദന, കണ്ണിന് പുറകിലെ വേദന, തലവേദന, ഇങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ഡെങ്കിപ്പനി, എലിപ്പനി, ഒരു എപ്പിഡമോളജിക്കൽ ലിങ്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പാരിസ്ഥിതിക ലിങ്ക് നമ്മൾ വെച്ച് നോക്കിയിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും പേഷ്യന്റ് ഫിറ്റ് ആവുന്നു എന്ന് നമ്മൾ നോക്കും. ഇതിനകത്ത് ഡെങ്കിപ്പനി, എലിപ്പനിയൊക്കെ ആണെങ്കിൽ
പലപ്പോഴും അത് അൺകോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ സങ്കീർണതകൾ ഇല്ലാതെ പോകേണ്ടതായിരിക്കും. പക്ഷേ തുടക്കത്തിലെ ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് പോലെ അസുഖത്തിന് തുടക്കത്തിലെ ആന്റിബയോട്ടിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അതിന്റെ സങ്കീർണതകൾ നിയന്ത്രിക്കാൻ കഴിയും. തിരിച്ച് ഡെങ്കിപ്പനി ആണെങ്കിൽ നമുക്ക് സാധാരണ ഒരു വൈറൽ പനി പോലെ ജസ്റ്റ് സിംറ്റമാറ്റിക് മാനേജ്മെന്റ്, അതായത് രോഗലക്ഷണങ്ങളെ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും അതിനെ നിയന്ത്രണ വിധേയമാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീവ്രത ഏറുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. പ്രായം കുറഞ്ഞ വ്യക്തികൾ, ചെറിയ കുട്ടികൾ, 5 വയസ്സ് താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, പ്രായമേറിയ 60 വയസ്സിന് മുകളിലുള്ളവർ, പിന്നെ മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന, ഹാർട്ടിനും ബാക്കി തലച്ചോറിന്റെ സ്ട്രോക്കിനും ഒക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസ് രോഗികൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഒരു രോഗങ്ങൾ വന്നാൽ കൂടുതൽ പെട്ടെന്ന് മൂർച്ഛിക്കാനും അതിന്റെ സങ്കീർണതകളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാർ ഒട്ടും വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി ഇത് ഏത് രോഗമാണെന്ന് കണ്ടുപിടിക്കുകയും അതിനോടൊപ്പം ചെയ്യേണ്ട മരുന്നുകൾ ചെയ്യുകയും വൈറൽ പനികൾക്ക് ആന്റിബയോട്ടിക്കുകൾ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഡോക്ടർ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധി കുടുംബത്തിലെ ഒരാൾക്ക് ബാധിച്ചാൽ വീട്ടിലെ മറ്റംഗങ്ങൾ രോഗബാധിതരാകാണ്ടിരിക്കാൻ എന്തൊക്കെയാണ് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത്? ഈ വീട്ടില് അല്ലെങ്കിൽ നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് വരുന്ന രോഗങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടതും അതനുസരിച്ച് പ്രതിരോധ മാർഗങ്ങൾ എടുക്കേണ്ടതും. സാധാരണഗതിയിൽ വൈറൽ പനികൾ, പകർച്ചപ്പനികൾ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ വരുന്ന കണികകൾ, നമ്മുടെ ഉമിനീർ കണികകളാണെങ്കിലും മൂക്കിൽ നിന്ന് വരുന്ന സ്രവത്തിന്റെ കണികകളാണെങ്കിലും ഈ കണികകൾ വഴി പകരുന്നതാണ്. അപ്പോൾ പരമാവധി നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചുമ ശുചിത്വം അല്ലെങ്കിൽ ചുമ മര്യാദകൾ പാലിക്കുക. അപ്പൊ വീട്ടിലാണെങ്കിൽ രോഗിക്ക് ചുമയുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പനിയും ശ്വാസം മുട്ടോ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കഴിവതും രോഗി സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. അതിനും സാധിക്കാത്തവർ ഒരു സർജിക്കൽ മാസ്ക്, നമ്മൾ കോവിഡിലെ കാലത്തൊക്കെ നമ്മൾ ശീലിച്ചതുപോലെ രോഗി ആരാണോ അവർ മാസ്ക് ധരിക്കുക. അതാണ് ഏറ്റവും ഫലവത്തായ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ വയറിളക്ക രോഗമായാലും പകർച്ചപ്പനി ആയാലും രോഗി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണെങ്കിലും ടവലുകളാണെങ്കിലും പ്ലേറ്റുകളാണെങ്കിലും ഷെയർ ചെയ്യാതിരിക്കുക. രോഗിക്കായി ഒരു കൂട്ടം ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുക. കഴിവതും ആ രോഗിയായിട്ട് ഡയറക്റ്റ് സമ്പർക്കത്തില് ഫേസ് ടു ഫേസ് കോണ്ടാക്ട് വരുന്ന രീതിയിലുള്ളത് ഒഴിവാക്കുക. അതാണ് വീട്ടിലുള്ളവർ പ്രത്യേകം ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹൈ റിസ്ക് വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് പിന്നെ ചെയ്യാവുന്നത്, ചില അസുഖങ്ങൾക്ക് നമുക്ക് വാക്സിനുകൾ ലഭ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ, നമ്മുടെ ഫ്ലൂ അല്ലെങ്കിൽ പകർച്ചപ്പനിയിൽ ഏറ്റവും മേജറായിട്ട് ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന വൈറൽ പനി H1N1 എന്ന് പറയുന്നതിന് നമുക്ക് വാക്സിൻ ലഭ്യമാണ്. അപ്പോൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പായി പുതിയ സ്ട്രെയിന്റെ വാക്സിൻ, അതായത് ഹൈ റിസ്കിലായിട്ട് പെടുന്ന ആൾക്കാർ ഈ വാക്സിൻ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. അതാണ് മറ്റൊരു കാര്യം. പിന്നൊന്ന്, ഈ ജലജന്യ രോഗങ്ങളിൽ പറഞ്ഞ പോലെ പൊതുവായ ശുചിത്വം, അതിപ്പം വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും വ്യക്തി ശുചിത്വമാണെങ്കിലും കരങ്ങളിലെ ശുചിത്വമാണെങ്കിലും നമ്മൾ പാലിക്കുക. ഇതൊക്കെയാണ് പൊതുവായി വീട്ടിലുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വ്യക്തമാണ് ഡോക്ടർ. നമുക്കൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്താ രമേശ്, ഞാൻ എലിവേലിന്ന് വിളിക്കുന്നു. നമസ്കാരം. പറഞ്ഞു. നമസ്കാരം. ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനായിട്ടാണ്. എനിക്ക് ഒരു പനി വന്ന് 2-3 ദിവസം ഇങ്ങനെ കൗണ്ട് നോക്കി, 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കൗണ്ട് കുറഞ്ഞു. അത് ഡെങ്കിപ്പനിയായിരുന്നു. അപ്പൊ എനിക്ക് സംശയം, എല്ലാ പനിക്കും ഇങ്ങനെ കൗണ്ട് കുറയുമോ? എന്തുകൊണ്ടാണ് ഈ കൗണ്ട് കുറയുന്നത്? അതിനെക്കുറിച്ചൊന്ന് അറിയാനായിട്ട്. നമ്മൾ സാധാരണ എല്ലാ പനികൾക്കും നമ്മൾ കൗണ്ട് ചെക്ക് ചെയ്യാറില്ല. എന്നാൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഒരു ഡെങ്കിപ്പനിയുടെ ഒരു ഔട്ട്ബ്രേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ രോഗിയുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് അതിന് ഡെങ്കിപ്പനിക്ക് സമാനമായോ അല്ലെങ്കിൽ ചിക്കൻ ഗുനിയക്ക് സമാനമായോ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ, പേശിവേദന, നമുക്ക് പ്രത്യേകിച്ച് ഒരു അവയവത്തിനെ എടുത്തു പറയാൻ നമുക്കൊരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ സാധാരണ ബ്ലഡ് പരിശോധിക്കുക എന്നുള്ളൊരു ടെസ്റ്റിലേക്ക് പോകുന്നത്. അതിനകത്ത് തന്നെ ബ്ലഡ് കൗണ്ട്, നമ്മുടെ ശരീരത്തിലെ ടോട്ടൽ കൗണ്ട് ആയാലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആയാലും ഇത് വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. അതും അസുഖം തുടങ്ങി ഒരു 3 ദിവസത്തിന് ശേഷമായിരിക്കും സാധാരണഗതിയിൽ കൗണ്ട് കുറയാറ്. അപ്പം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പനിയുടെ കൗണ്ട് നോക്കി നമുക്ക് രോഗനിർണയത്തിന് ഒരു പരിധിവരെ സഹായിക്കാൻ പറ്റുന്നത്. പിന്നീട് ഇതിന് കൺഫർമേഷൻ ആയിട്ട് നമുക്ക് ഡെങ്കിയുടേതായിട്ടുള്ള എലൈസ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കാർഡ് ടെസ്റ്റുകൾ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ്. അങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്.
പ്രധാനമായും നമ്മൾ ഈ ഒരു മഴക്കാല സമയത്ത് മെയിനായിട്ട് കാണുന്നത് ഡെങ്കിപ്പനിയും ചിക്കൻ ഗുനിയ എന്നുള്ള രീതിയിൽ ചില വൈറസ് പനികൾക്കാണ് കൗണ്ട് കുറഞ്ഞു കാണാറ്. എന്നിരുന്നാൽ തന്നെയും ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി, ചെള്ളുപനി എന്നുള്ള രോഗങ്ങൾക്ക് പോലും നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു കാണാറുണ്ട്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്നത് എല്ലാ പനിക്കും കുറയില്ല, എന്നാൽ ചില വൈറൽ പനിക്കും ചില ബാക്ടീരിയൽ പനിക്കും നമുക്ക് കൗണ്ട് കുറയാം. അത് കൗണ്ട് കുറയാന്ന് പറയുന്നത് എപ്പോഴും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് തന്നെ കുറയണമെന്നില്ല. ചിലപ്പം ടോട്ടൽ കൗണ്ട് നമ്മുടെ ശരീരത്തിൽ ശ്വേതരക്താണുക്കളായിരിക്കും ചിലപ്പോൾ കുറയുക. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ വൈറൽ പനിയും ബാക്ടീരിയൽ പനിയും തിരിച്ചറിയുന്നതും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഈ നിപ്പയും ഷിഗല്ലയും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാവർക്കും ഇപ്പൊ നിപ്പയുടെ ഒരു കേസ് നമുക്ക് ഓരോ വർഷവും നമുക്ക് ഒരു സമയത്ത് നിപ്പ കേസസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ ഷിഗല്ല നമുക്ക് ഒരു ഒറ്റപ്പെട്ട കേസല്ല, നമുക്ക് പലപ്പോഴായിട്ട് ഷിഗല്ല കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ മാസങ്ങളിലും എല്ലാം ഷിഗല്ല കേസസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പം പൊതുജനങ്ങൾ അറിയേണ്ടത് നിപ്പയുടെയും ഷിഗല്ലയുടെയും ഒരു വ്യാപന ശേഷി, അല്ലെങ്കിൽ ഇത് എങ്ങനെ പകരാം. നിപ്പ നമ്മൾ സാധാരണഗതിയിൽ നിപ്പയുടെ ഒരു പകർച്ച ശേഷി എന്ന് പറയുന്നത് നേരിട്ടുള്ള സമ്പർക്കം, അത് രോഗിയിൽ നിന്ന് നേരിട്ടുള്ള സമ്പർക്കം, അത് കൂടുതൽ കണ്ടുവരുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകരിലാണ്. അതും നമ്മൾ മാസ്ക് ഉപയോഗിക്കാതെയോ കൈയുറ ഉപയോഗിക്കാതെയോ രോഗിയെ പരിചരിക്കേണ്ടി വരുന്ന അവസ്ഥകളിലോ, അല്ലെങ്കിൽ ഈ മുന്നിലിരിക്കുന്ന പേഷ്യന്റ് നിപ്പ രോഗിയാണെന്നുള്ള ഒരു സംശയം വെക്കാതെ നമ്മൾ ചികിത്സ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവരുടെ സ്രവങ്ങളോ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് സാധാരണഗതിയിൽ വരുന്നത്. പിന്നെ ഈ ആദ്യത്തെ പേഷ്യന്റ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, യൂഷ്വലി വവ്വാലുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണം, പൊതുവെ അത് പഴങ്ങളാണ്, ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആയിരിക്കാം, അത് കൂടുതലും വനപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിൽ കാണുന്ന ഫ്രൂട്ടുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു രോഗിക്ക് ആദ്യമായി നിപ്പ വരുന്നത്. അല്ലാതെ പൊതുവെ ഒരു പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ പകർച്ചപ്പനിയുടെ ഒരു കാരണമായിട്ട് നമ്മൾ നിപ്പ പ്രതീക്ഷിക്കാറില്ല. ആ ഒരു കാരണത്തിൽ നമ്മൾ നിപ്പയെ കുറിച്ച് ഒരു അകാരണമായ ഭീതി വരുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസവും നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന പഴങ്ങൾ, അതിപ്പം നമ്മൾ കഴുകി ഉപയോഗിക്കുന്നതോ അല്ലാത്തതോ ആയ പഴങ്ങൾ ഈ വവ്വാലുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടാം. അപ്പൊ ആ ഒരു കരുതൽ എപ്പോഴും വേണം. ഷിഗല്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളമായിരിക്കും. അതും മലിനജലം, നമ്മളെ പൊതുസ്ഥലങ്ങളിൽ വിസർജ്യം ചെയ്യുകയോ അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ലീക്ക് ആവുകയോ അങ്ങനെ മനുഷ്യ മാലിന്യമായിട്ട് കോണ്ടാക്ട് വരുന്ന കുടിവെള്ളത്തിലൂടെയാണ് ഷിഗല്ല പകരുന്നത്. അപ്പോൾ ആ ഒരു ജലസ്രോതസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തിളപ്പിച്ചാറ്റിയാൽ നശിപ്പിക്കാവുന്ന ഒരു ബാക്ടീരിയ നമ്മൾ അത് തിളപ്പിക്കാതെ കഴിക്കേണ്ടി വരുന്ന ഏത് സാഹചര്യത്തിലൂടെയും ഷിഗല്ല പിടിപെടാം. അതാണ് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഭക്ഷണ ശുചിത്വം, അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് പാലിക്കേണ്ടത്. അതിനകത്ത് തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മൾ പലപ്പോഴും വെള്ളം ശുദ്ധമായ ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലെങ്കിൽ സ്റ്റെറൈൽ വാട്ടർ ഒക്കെ അല്ലെങ്കിൽ മിനറൽ വാട്ടർ നമ്മൾ ശുദ്ധമാണെന്ന് കരുതി കുടിക്കും. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഫ്രഷ് വെജിറ്റബിൾസ്, ഇപ്പോഴത്തെ മാറുന്ന ഒരു ജീവിതശൈലി വെച്ചിട്ട് ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഒരുപാട് നമ്മൾ വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങൾ, സാലഡുകളൊക്കെ കൂടുതൽ നമുക്ക് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൂടെ എല്ലാം നമുക്ക് ഈ അണുക്കൾ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. കഴിവതും ഭക്ഷണം പൂർണ്ണമായി വേവിച്ചും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക, ശ്രദ്ധിക്കുക. ഒരു പരിധിവരെ നമുക്ക് വയറിളക്ക രോഗങ്ങളെ, ഷിഗല്ല ഉൾപ്പെടെയുള്ള രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഡോക്ടർ, നമുക്കിപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ നമസ്കാരം, പറഞ്ഞോളൂ. എനിക്ക് 2 വർഷം മുമ്പ് മഞ്ഞപ്പിത്തായിരുന്നു. പക്ഷെ ഇപ്പോഴും ഓയിൽ ഫുഡ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര തലവേദന. ഹലോ, പൊതുജനങ്ങൾക്കിടയിലുള്ള പൊതുവായ ധാരണ പറയാം. ഇത് പൊതുജനങ്ങൾക്കിടയിൽ നമുക്ക് പൊതുവായുള്ള ഒരു ധാരണയാണ്, നമുക്ക് മഞ്ഞപ്പിത്തം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റിപ്പറ്റിയുള്ള സമയങ്ങളിലാണെങ്കിലും പിന്നീടാണെങ്കിലും നമ്മുടെ ആഹാരത്തിൽ നമ്മൾ പഥ്യം നോക്കേണ്ടതായിട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ പഥ്യം നോക്കേണ്ടതെന്ന് പറയുന്നത് മഞ്ഞപ്പിത്തം കാരണം, അതായത് പൊതുവേ നമ്മൾ മദ്യപാനം കൊണ്ടുണ്ടാവുന്നതോ മറ്റ് അസുഖങ്ങൾ കൊണ്ടുണ്ടാവുന്ന കരളിന്റെ സിറോസിസ് എന്നൊരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ആഹാരത്തിൽ എന്തെങ്കിലും രീതിയിലെ ക്രമീകരണങ്ങൾ പറയാറുള്ളൂ. ഉപ്പിന്റെ അളവ് കുറയ്ക്കേണ്ടി വരിക, അല്ലെങ്കിൽ ശരീരത്തിൽ നീര് വരുന്ന സമയത്ത് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരിക. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്രോട്ടീൻ റെസ്ട്രിക്ഷനോ ഓയിൽ റെസ്ട്രിക്ഷനോ ഡയറ്ററിയിൽ യാതൊരുവിധ ഉപ്പും പുളിയോ അങ്ങനത്തെ യാതൊരു റെസ്ട്രിക്ഷൻസ് നമ്മൾ പറയാറില്ല. ഏത് മഞ്ഞപ്പിത്തം വന്നാലും അതിന് ചുറ്റിപ്പറ്റിയുള്ള സമയങ്ങളിലാണെങ്കിലും രോഗലക്ഷണം ഉള്ളപ്പോഴാണെങ്കിലും രോഗിക്ക് എന്താണോ എടുക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ടേസ്റ്റ് തോന്നുന്നത് അത് രോഗിക്ക് കൊണ്ട് കഴിക്കാൻ അനുവദിക്കുക. ശുദ്ധമായ ഭക്ഷണം വെള്ളവും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളൂ. അല്ലാതെ പൊതുവേ നമുക്ക് മഞ്ഞപ്പിത്തം വന്ന ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിലും ബി ആണെങ്കിലും ഇ ആണെങ്കിലും സി ആണെങ്കിലും
പൊതുവെ തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ മദ്യവും മറ്റു പച്ചമരുന്നുകൾ ഒറ്റമൂലികൾ വർജിക്കുക എന്നല്ലാതെ മറ്റൊരു ഭക്ഷണങ്ങൾക്ക് നമുക്ക് പഥ്യമില്ല. അതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടലിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാങ്ക്രിയാസിന്റെ പ്രശ്നങ്ങളോ ആവാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. മഞ്ഞപ്പിത്തമായിട്ട് അതിന് ബന്ധമില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, താങ്ക്സ്. ഡോക്ടർ, ഇപ്പോൾ ഈ മലേറിയ പോലുള്ള രോഗങ്ങളും കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ അതിനെതിരെ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മലേറിയ ഇപ്പൊ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയും. കാരണം മലേറിയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന, പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാടു, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇവിടുന്ന് എല്ലാം വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളായ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും മലേറിയ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ഇപ്പോഴും തുടർന്നു പോകുന്നു. അതിനകത്ത് നമുക്കൊരു കേസിന്റെ എണ്ണത്തിൽ ഒരു വർധനവോ ഒന്നും നമ്മൾ ഇക്കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല. എപ്പോഴാണോ അന്യസംസ്ഥാന തൊഴിലാളി വരുന്നത്, അവരിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അവിടെ വെച്ചോ അവിടുന്ന് മലേറിയയുടെ വാഹകരായിട്ട് ഇവിടെ വരികയും മലേറിയയുടെ ലക്ഷണം കാണിക്കുകയും ഇവിടെ അഡ്മിറ്റ് ആവുകയും ചികിത്സിച്ച് ഭേദമാവുകയും ചിലത് കോംപ്ലിക്കേഷനിൽ വരികയും ചെയ്യുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ കുറെ കാലയളവിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മലേറിയയുടെ ഒരു സ്റ്റഡിയായ അല്ലെങ്കിൽ വർധനവില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും നമുക്ക് മലേറിയ ഉള്ളത്. മലേറിയ കേസ് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നതെന്ന് പറയുന്നത് നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റ് IDSP എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് IDSP, ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ മലേറിയ കണക്കുകൾ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളോ അന്യസംസ്ഥാനത്ത് പോകുന്നവരോ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് വരുന്ന ആൾക്കാരിലെല്ലാം നമ്മൾ മലേറിയ, എല്ലാമല്ല ഭൂരിഭാഗം ആൾക്കാരിലും പകർച്ചപ്പനി എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മലേറിയ സ്ക്രീൻ ചെയ്യുകയും അത് കണ്ടുപിടിക്കുകയും ഫലവത്തായി ചികിത്സിച്ച് പോരുന്നതാണ്. പുതുതായി കണ്ടുപിടിക്കുന്ന ഒരു രോഗമല്ല. നമ്മുടെ നാട്ടിലുള്ള കൊതുകുകൾ വഴി നമുക്ക് ഇതുവരെ മലേറിയ ഈ അടുത്തൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വരാൻ സാധ്യതയുള്ള കൊതുകുകൾ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ നാട്ടിൽ സ്വതവേ നമ്മുടെ നാട്ടിലേതായിട്ടുള്ള ഒരു മലേറിയ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഇപ്പോഴും ചെയ്തിട്ടില്ല. പുറം സംസ്ഥാനത്തു നിന്ന് വരുന്നവർക്കാണ് നമ്മൾ മലേറിയ കണ്ടുപിടിക്കാറ്. ഡോക്ടർ, ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുന്നത് എത്രത്തോളം അപകടകരമാണ്? ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഈ പകർച്ചപ്പനി തുടങ്ങുന്ന ഒരു സമയത്ത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ, ആന്റിബയോട്ടിക് തുടക്കത്തിലെ എടുത്താൽ ഈ രോഗത്തെ നമുക്ക് മൂർച്ഛിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാമോ, ആന്റിബയോട്ടിക്കുകളുടെ ഒരു ഉപയോഗം കാരണം നമുക്ക് രോഗത്തെ ഒരു പരിധി മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ സഹായിക്കുമോ എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഉണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മാത്രമാണ്, അല്ലാതെ ഒരു വൈറൽ പനിയല്ല. നമ്മൾ ഈ പകർച്ചപ്പനി അല്ലെങ്കിൽ മഴക്കാലത്ത് കാണുന്ന പല പനികളുടെയും കാരണക്കാരൻ എന്ന് പറയുന്നത് പലതരം വൈറസുകളാണ്. അത് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ വൈറസ് ആവാം, അല്ലെങ്കിൽ ഡെങ്കി വൈറസ് ആവാം, ചിക്കൻ ഗുനിയ വൈറസ് ആവാം. ഇങ്ങനെ പല വൈറസുകളുണ്ട്. അപ്പൊ ഈ വൈറസ് കൊണ്ടുണ്ടാവുന്ന പനികൾക്കൊന്നും നമുക്ക് ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ല. അത് സിംറ്റമാറ്റിക് ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സകൾ കൊടുത്താൽ പരമാവധി അത് നമുക്കൊരു 5 മുതൽ 7 ദിവസം വരെ നമുക്ക് അതിന് നിയന്ത്രിച്ച് നിർത്തുകയും അത് കാരണം രോഗഭേദമാകാൻ സാധാരണയായി കണ്ടുവരുന്നു. ചില അസുഖങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് കാണുന്ന അസുഖങ്ങളിൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാറ്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ എലിപ്പനി, ഇപ്പൊ ഈ കണ്ടുവരുന്ന ഷിഗല്ല, അല്ലെങ്കിൽ മലേറിയക്ക് അതിൻ്റെതായിട്ടുള്ള ആന്റി മലേറിയൽ, അതിന് ഓരോ രോഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുണ്ട്. ഇപ്പൊ പണ്ട് കാലത്ത് ഷിഗല്ലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ആന്റിബയോട്ടിക്കുകൾ ഈ അടുത്ത് നടത്തിയ പഠനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഫലവത്തല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഓരോ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആന്റിബയോട്ടിക് എടുത്തു കഴിഞ്ഞാൽ ഷിഗല്ലയെ തടയാൻ പറ്റത്തില്ല. അപ്പോൾ ഷിഗല്ലയ്ക്ക് ഇപ്പോഴത്തെ ഒരു റെസിസ്റ്റൻസ് എങ്ങനെ മാറിയെന്നനുസരിച്ചുള്ള ആന്റിബയോട്ടിക് കൊടുത്താൽ മാത്രമേ ഷിഗല്ലയെ നമുക്ക് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനോ പറ്റൂ. അകാരണമായിട്ട് നമ്മളിങ്ങനെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം സംഭവിക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആന്റിബയോട്ടിക്കുകളെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള സാധാരണ അണുക്കളെ നമ്മൾ എക്സ്പോസ് ചെയ്യിക്കുകയും അവ അതിന് പ്രതിരോധം നേടിയെടുക്കുകയും അല്ലെങ്കിൽ ഈ ചെറിയ രീതിയിലുള്ള അണുക്കള് നേടിയെടുക്കുകയും അത് കാരണം ആന്റിബയോട്ടിക്കുകൾ പിന്നീട് ഫലവത്താകാതെ വരികയും ചെയ്യുന്നതാണ് സാധാരണ കണ്ടുവരാറ്. സാധാരണഗതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന രോഗികളിലാണ് ഈ ഒരു സാന്ദ്രത കൂടുതൽ, ആന്റിബയോട്ടിക്കിന്റെ റെസിസ്റ്റൻസ് കൂടുതൽ കണ്ടുവരാറ്. എന്നിരുന്നാൽ തന്നെയും കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറമേ നിന്ന് നമ്മുടെ പൊതുജനങ്ങളുടെ ഇടയിൽ പോലും ഇപ്പോൾ ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധം അല്ലെങ്കിൽ അത് ഫലവത്താകാതെ വരുന്ന സിറ്റുവേഷൻസ് കൂടുതലാണ്.
ഡോക്ടർ, ഈ പകർച്ചവ്യാധികളെല്ലാം എത്രത്തോളം ഗുരുതരമാകാം? മരണസാധ്യത കൂടുതലുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? അതെ, പകർച്ചവ്യാധികൾ പൊതുവെ നമ്മൾ ഈ മഴക്കാലത്ത് കണ്ടുവരുന്ന പകർച്ചപ്പനി, സാധാരണ വൈറൽ പനികളൊന്നും അങ്ങനെ ഗുരുതരമാകാറില്ല. ഗുരുതരമാകുന്ന കുറച്ചൊരു സെറ്റ് ഓഫ് ആൾക്കാരാണ് നേരത്തെ പറഞ്ഞത്. ചെറിയ കുട്ടികൾ, പ്രായം ചെന്നവർ, മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, കിഡ്നി മറ്റ് അവയവങ്ങൾക്ക് തകരാറ് സംഭവിക്കുന്ന ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പ്രതിരോധശേഷി കുറയുന്ന രീതിയിൽ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ, കീമോതെറാപ്പി എടുക്കുന്നു. ഇവരൊക്കെയാണ് പൊതുവെ ഇത് അസുഖം മൂർച്ഛിച്ച് കാണാറുള്ളത്, മരണനിരക്ക് കൂടുതൽ. എന്നിരുന്നാൽ തന്നെ ഇപ്പൊ എലിപ്പനി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ഇതെല്ലാം ബാധിച്ചാലും ഈ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരും മരണപ്പെടുന്നതായി നമ്മൾ കണ്ടുവരാറുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വൈകി തേടുന്ന വൈദ്യസഹായങ്ങളാണ്. എപ്പോഴും നമ്മൾ തുടക്കത്തിലെ അസുഖങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളും ചെയ്ത് കൃത്യമായ ഡയഗ്നോസിസും ചെയ്ത് അതിന്റെ ട്രീറ്റ്മെന്റുകളോ അല്ലെങ്കിൽ അതിന്റെ രോഗലക്ഷണങ്ങൾക്കുള്ള ചികിത്സ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മരണനിരക്ക് കുറയ്ക്കാം. ഇതിനകത്ത് തന്നെ ഈ അടുത്ത് കണ്ടുവരുന്ന രോഗങ്ങളിൽ മരണനിരക്ക് കൂടുതലായി റിപ്പോർട്ട് ചെയ്തേക്കുന്ന ഒന്ന് മഞ്ഞപ്പിത്തം എ, ഹെപ്പറ്റൈറ്റിസ് എ, മറ്റൊന്ന് എലിപ്പനി, പിന്നൊന്ന് ഇൻഫ്ലുവൻസ, പിന്നീടാണ് നമ്മുടെ ഷിഗല്ലയും അമീബിക് മസ്തിഷ്ക ജ്വരവും ഒക്കെ വരാറ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വ്യക്തി ശുചിത്വവും ജലത്തിന്റെ ശുചിത്വവും ഉറപ്പാക്കലാണ് നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നെ മര്യാദകൾ പാലിക്കുക. ഡോക്ടർ, ഈ പകർച്ചവ്യാധികളുടെയെല്ലാം രോഗനിർണയം എങ്ങനെയാണ് നടത്തുന്നത്? ആവശ്യമായ പരിശോധനകൾ എന്തെല്ലാമാണ്? ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു വൈദ്യ പരിശോധനയാണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ അടുത്ത് പോവുക. ഡോക്ടർ രോഗിയോട് അന്വേഷിക്കുന്ന രോഗവിവരങ്ങൾ, അതുകണക്ക് തന്നെ രോഗി സഞ്ചരിച്ച വഴികൾ. ഇപ്പൊ അന്യസംസ്ഥാനത്ത് പോയവരാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ടൈഫോയിഡും മലേറിയ പോലത്തെ രോഗങ്ങൾ സംശയിക്കും. അല്ല നമ്മുടെ നാട്ടിലുള്ളവരാണെങ്കിൽ അവരുടെ ചുറ്റുപാടും ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട് അവര് മലിനമായ ജലത്തിൽ ഇറങ്ങേണ്ടി വരുവാണെങ്കിൽ നമ്മൾ എലിപ്പനി എന്ന് സംശയിക്കും. ഇങ്ങനെ സംശയിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബേസിക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ കൗണ്ടുകൾ പരിശോധിച്ച് നോക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഏത് രോഗലക്ഷണമാണോ ചേർന്ന് നിൽക്കുന്നത് ആ ടെസ്റ്റുകൾ, സാധാരണഗതിയിൽ അതിന്റെ ഒരു ആന്റിജൻ ടെസ്റ്റ് തുടക്കത്തിൽ ലഭ്യമായത് അത് ചെയ്യും. ഒരു 5 ദിവസം കഴിഞ്ഞ രോഗലക്ഷണങ്ങളോടുകൂടി വരികയാണെങ്കിൽ നമ്മൾ ആന്റിബോഡി ടെസ്റ്റുകൾ ചെയ്യും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു അസുഖം PCR ടെസ്റ്റുകളാണ്. ഇപ്പോൾ ഡെങ്കിപ്പനിക്കാണെങ്കിലും എലിപ്പനിക്കാണെങ്കിലും ഒക്കെ നമുക്ക് PCR ടെസ്റ്റുകളുണ്ട്. ചില ഡെങ്കിപ്പനി പോലെ അല്ലെങ്കിൽ മലമ്പനി അല്ലെങ്കിൽ മലേറിയ പോലെ രോഗങ്ങൾക്ക് നമുക്ക് കാർഡ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗിയെ ഇരുത്തിക്കൊണ്ട് തന്നെ ചില ടെസ്റ്റുകൾ ബെഡ് സൈഡ് ആയിട്ട് നമുക്ക് ചെയ്ത് വിത്തിൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫ്യൂ സെക്കൻഡ്സിൽ നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അപ്പം ഇതിലൊന്നും വരാത്ത റയർ ആയിട്ടുള്ള ടെസ്റ്റുകൾക്ക് നമ്മൾ പലപ്പോഴും വൈറോളജി ലാബുകളെ ആശ്രയിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൈക്രോബയോളജി ലാബിലേക്ക് അയച്ച് കൾച്ചറിന് വേണ്ടി ഷിഗല്ല പോലെ രോഗങ്ങൾക്ക് നമുക്ക് കൾച്ചർ ആശ്രയിക്കേണ്ടി വന്നേക്കും. ഡോക്ടർ, ഈ രോഗബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? രോഗബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മുൻകരുതലുകൾ, ഏത് അസുഖങ്ങൾ ആ ഏരിയയിൽ ഉണ്ടെന്നനുസരിച്ച് വേണം നമ്മൾ മുൻകരുതൽ എടുക്കാൻ. ഉദാഹരണത്തിന് ജലത്തിലൂടെ വരുന്നതാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, പച്ചക്കറികളും പഴങ്ങളും വൃത്തിയായി കഴുകുന്ന വെള്ളം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു രോഗിയിൽ നിന്ന് ഡയറക്റ്റ് സമ്പർക്കം വഴി പകരുന്നതാണെങ്കിൽ ആ സമ്പർക്കം ഒഴിവാക്കുന്ന രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ജലജന്യ അല്ലെങ്കിൽ എയർബോൺ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മറ്റൊരു കാര്യം നമുക്ക് വാക്സിനേഷനുകൾ. ഇപ്പോൾ പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ, ഈ മഞ്ഞപ്പിത്തം എ എന്ന് പറയുന്ന വൈറസിന് നമുക്ക് വാക്സിൻ ലഭ്യമാണ്. അത് ഒരു പരിധിവരെ നമുക്ക് 85% മുതൽ 95% വരെ നമുക്ക് തടയാൻ പറ്റും. പിന്നൊന്ന് പകർച്ചപ്പനിയുടെ കാരണക്കാരനായ ഇൻഫ്ലുവൻസ. അതിന് നമുക്ക് ഓരോ വർഷവും വാക്സിനുകൾ പുതുതായിട്ട് വരും. ആ വാക്സിനുകൾ എടുത്തുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ അസുഖത്തെ തടയാൻ കഴിയും. പ്രദേശങ്ങളിൽ കഴിയുന്നവർ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ജലസ്രോതസ്സും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും കൊതുക് പരത്തുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉറവിട നശീകരണം നമ്മുടെ പഞ്ചായത്തുകളും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളൊക്കെ ചെയ്യുന്ന പോലെ ഉറവിട നശീകരണം, മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ഇതിലൊക്കെ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ പാലിക്കും. വ്യക്തമാണ് ഡോക്ടർ. പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം? രോഗബാധ ഒഴിവാക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം? രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതെങ്ങനെ? ചികിത്സയും പ്രതിരോധവും സംബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. അതിനായി നമുക്കൊപ്പം ചേർന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കൃഷ്ണകുമാർ എസ് ആണ്. ഡോക്ടർ നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.
ചെയ്തു.